കൂടുതലായിട്ട് എനർജിയും കുറഞ്ഞു. പേരുകൾ തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഈ കൈ കളിക്കുമ്പോൾ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് കണ്ടു. നമ്പർ 3 ചെസ് നമ്പർ കുട്ടി, ആ കുട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് കയറി എന്ന് കളിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അതങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ മത്സരമാണ്, ഇങ്ങോട്ട് ഇന്ന് കളിക്കണേ എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ ചെയ്യരുത്. ഗ്രൗണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിലെ ഒരു കുട്ടി, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് ഈ കുട്ടിയുടെ. ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞതൊക്കെ ഒരു മൈനോട്ട് മാത്രമാണ്. എന്നിട്ട് അതിനകത്ത് തടിയുള്ളൊരു കുട്ടി ലാസ്റ്റാണ് ആ മയിൽപ്പീലി വന്ന് എടുത്തിട്ട് പോയത്. ഓക്കെ, പിന്നെ നമ്പർ 4 കുട്ടികൾ നന്നായി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ഇതൊരു മത്സരമല്ലേ, നമ്മൾ അന്നേരമാണ് ഇപ്പോൾ പാരിതോഷികം കൊടുക്കുന്നത്. ആ സഹോദരനോട് ഞാൻ പറയാം, അത് ഒരിക്കലും ശരിയല്ല. കാരണം കോമ്പറ്റീഷൻ ആണ് ഇത് നടക്കുന്നത്. പിന്നെ കൊടുക്കാമല്ലോ നമുക്ക്, അത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പിന്നെ അവര് അവസാനം വരെ ഭയങ്കര എനർജിയായിരുന്നു, നല്ല ചിരിച്ച് നിൽക്കുന്ന കാണാൻ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്പർ 5 തുടക്കം മുതൽ തന്നെ എനർജി നിൽക്കുന്നതായിട്ട്. പിന്നെ നമ്പർ 6 ആരാമ ശ്രീരാമൻ എന്ന് തുടങ്ങുന്നിടത്ത് താളം പോയി. പിന്നെ കുനിഞ്ഞ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എടുത്ത സമയത്ത് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു കുട്ടിയാണെങ്കിൽ നേരെ നിന്നാണ് ആ ഒരു ചുവട് ചെയ്യുന്നതായിട്ട് കണ്ടത്. മംഗളമൊക്കെ പല രീതിയിലായിരുന്നു. റൗണ്ട് വളരെ ശ്രദ്ധിക്കണമായിരുന്നു. പല സ്ഥലങ്ങളിലോട്ട് നിന്ന് കളിക്കുമായിരുന്നു ആദ്യത്തെ. പിന്നെ നമ്പർ 7 ആദ്യത്തെ സ്തുതി തന്നെ പല രീതിയിൽ. ആ ആൺകുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നല്ല നാടയോ വള്ളിയോ ഒക്കെ നമ്മുടെ ഡ്രസ്സ് കൃത്യമായി കെട്ടിവെച്ചുകൊണ്ടൊക്കെ വേണം വരാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് അത് ഊരിയും കെട്ടിയൊക്കെ ചെയ്യുന്ന കുട്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന് കണ്ടു. ഇനിയെങ്കിലും നമുക്ക് പ്രോഗ്രാം സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് നല്ല നാടയൊക്കെ വെച്ച് നന്നായി റെഡിയാക്കിയിട്ട് വേണം പോകാൻ. പിന്നെ അതിനകത്ത് തടിയുള്ള കുട്ടിക്ക് എല്ലാവരെയും പോലത്തെ എനർജിയിൽ കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ നിന്ന കുട്ടിക്ക്. പിന്നെ കോഡ് നമ്പർ 8 റൗണ്ട് വളരെ ഇതായിരുന്നു. പിന്നെ 6 കുട്ടികൾ നല്ല എനർജിയിൽ കളിച്ചു. ബാക്കി കുട്ടികളെല്ലാം എനർജി കുറവായിരുന്നു. ഒരു കനം കുറഞ്ഞ ഒരു കൊച്ചി തലയെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ കയറി വരുന്നുണ്ട്. മനസ്സിലല്ലേ മോളെ, ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റില്ലൊക്കെ നിൽക്കുമ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അതിനകത്ത് കയറി നിൽക്കാൻ. അത് കയറുന്നു ഇറങ്ങുന്നു, വീണ്ടും കയറുന്നു വീണ്ടും ഇറങ്ങുന്നു. അന്നേരം പ്രൈസുകൾ കിട്ടത്തില്ലല്ലോ, ശ്രദ്ധിക്കണം. കാരണം എന്നൊക്കെ ഇതൊന്നും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വേദികളിലേക്ക് വരുന്നത്. ഇതിന്റെ കൃതമാത്രമല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അന്നേരം ഇനി ഫസ്റ്റ് പറയാം, എന്നെ പുരാകരുത്. ഞാൻ അത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട്, എൻ്റെ പേര് ഗീതാഞ്ജലി എന്നാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുറേ വർഷമായിട്ട് ജഡ്ജാണ്. പിന്നെ എല്ലാ സ്റ്റേറ്റ് കലോത്സവം വിധികർത്താവാണ്. 6-7 ഡാൻസ് സ്കൂളൊക്കെ നടത്തി വരുന്നു. പിന്നെ സീരിയലിനകത്തൊക്കെ മിക്ക നടിമാരുടെയും ശബ്ദം കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ അതുപോലെ അഭിനയിക്കുകയും സീരിയലും സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ മകൻ 24 വയസ്സുണ്ട്. അവനും ഡാൻസറാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ 52 വയസ്സുണ്ട് എനിക്ക്. ഈ കുറച്ച് നാളുകളുള്ള ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചു പോകണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളുമാരും പോസിറ്റീവായിട്ട് എടുക്കണം. ഒരു ഫസ്റ്റ് ഡേ കൊടുക്കാവൂ എന്നിട്ട് എന്നെ വിളിച്ച കമ്മിറ്റി അംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനം, 2ാം സ്ഥാനമാണ് ഞാൻ ആദ്യം പറയുന്നത്. കോഡ് നമ്പർ 3 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കോഡ് നമ്പർ, നിങ്ങൾ എല്ലാവരും അവർക്കായിരിക്കും ഇട്ടത് 4. Thank you.